ഹലോ മമ്മീസ് ആൻഡ് ബേബീസ്. നമ്മളിത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയപ്പോൾ എടുത്ത വീഡിയോസാണിത്. ആ സമയത്ത് ഞാനൊരു ജസ്റ്റ് നിൽക്കാനും നടക്കാനൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അയ്യോ ഞാൻ വേഗം ഒന്ന് ഓടിച്ചാടി നടന്നെങ്കിൽ എത്ര സ്ലോ ആവുന്നതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെയുള്ള സമയം. ഓടിച്ചാടി നടക്കാറൊന്നും ആയില്ലെങ്കിലും അവളെ കൊണ്ട് പറ്റുന്ന സ്പീഡിൽ മുട്ടിലെഴുതുന്ന ഒരു ട്രെൻഡ് അവൾ വീട്ടിൽ അവതരിപ്പിച്ച സമയം കൂടിയായിരുന്നു അത്. എത്ര ദൂരത്ത് നിന്നാലും നമ്മളെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മുട്ടിൽ മാക്സിമം സ്പീഡിൽ എഴഞ്ഞ് ഓടി വരും. സത്യം പറയാലോ, ഇത്ര സ്പീഡിൽ മുട്ടിലെഴുതുന്ന കുട്ടികളൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല. ജയിലിൽ നിന്ന് പരവളിൽ ഇറങ്ങിയ പോലെ മുടിയൊക്കെ പറ്റ വെട്ടി കൈയൊക്കെ കെട്ടി നിൽക്കുന്ന ഈ പാവം കുട്ടിയെ കാണാൻ നിങ്ങൾ എന്ത് വിചാരിക്കും? പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഞാൻ വന്ന ഡോളിനെ മാത്രം നിങ്ങൾക്ക് അറിയാവൂ, പക്ഷേ ഈ വന്ന ഡോളിനെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കാണാത്ത, നിങ്ങൾക്കറിയാത്ത വേറൊരു എക്സ്ക്ലൂസീവ് ഹിഡൻ ഫേസ് കൂടെ നമ്മുടെ ഞന്നുവിനുണ്ട്. ഞന്നുവിൻ്റെ മമ്മയായ എനിക്ക് ഞന്നു നന്നു ഡോളാണെങ്കിൽ ഞന്നുവിൻ്റെ പപ്പയ്ക്ക് ഞന്നു ഈവ ബേബിയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറില്ലേ ഞാൻ എക്സ്ക്ലൂസീവ്ലി ഡാൻസ് ഗേൾ ആണെന്ന്. കമോൺ, നമുക്കിനി ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. നമ്മൾ നോർമലി കണ്ടുവരുന്ന കുട്ടികൾ പയ്യെ കയ്യിലൊക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞന്നു ആദ്യമേ പഠിച്ചത് മരത്തിലും മതിലിലേക്ക് വലിഞ്ഞു കയറാനാണ്. സോഫയിലും പെട്ടിയുടെ പുറത്തേക്ക് വലിഞ്ഞു കയറാനാണ്. ഞന്നുവിനെ ഇത്രയും കുഞ്ഞിൽ തന്നെ ഒരു സ്പൈഡർ ഗേളാക്കി മാറ്റിയതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഞന്നുവിൻ്റെ അപ്പയ്ക്കാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഈസ് ഓൾവേസ് എ ഡാൻസ് ഗേൾ. അവൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള, അവൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അവൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ ബെസ്റ്റ് കമ്പനി നന്നുവിൻ്റെ അപ്പ തന്നെയാണ്. സംഭവം കുറച്ച് ഇമോഷനൊക്കെ ആണെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കും ആൾക്ക് ചട്ടമ്പിത്തരം കുറച്ച് കൂടുതലല്ലേ എന്നൊരു ഡൗട്ട് ഇല്ലാതെയില്ല. മര്യാദയ്ക്ക് 2 കാലം കുത്തി നിലത്ത് നടക്കുന്നതിന് മുന്നേ കാണുന്നിടത്തേക്ക് വലിഞ്ഞു കയറായിരുന്നു അവൾക്ക് അന്നും ഇന്നും താല്പര്യം. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അപ്പ ഉണ്ടല്ലോ, പിന്നെന്ത് വേണം? സംഭവം ഇതൊക്കെ ആണെങ്കിലും ആൾ ചില സമയത്ത് കുറച്ച് ഡേഞ്ചറസ് പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ കുറ്റങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് അപ്പം എൻ്റെ കൂടെ ഉണ്ടല്ലോ എൻ്റെ ഒരു മട്ട് അവക്കുണ്ട്. ഇനി കുറച്ചുകൂടി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിത് പതുക്കെ എണീറ്റ് മതിലേക്ക് പിടിച്ച് നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയം. നന്നുൻ്റെ ഒപ്പ നന്നൊരു സെക്യൂരിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച വരുത്താത്തതുണ്ട്. അവളുടെ സുരക്ഷ മുൻനിർത്തി ഞങ്ങളൊരു ഹെൽമെറ്റ് വാങ്ങി, ഒരു ബേബി ഹെൽമെറ്റ്. മുട്ടയിലേക്ക് എഴേണ്ട ഈ പ്രായത്തിൽ ഹെൽമെറ്റ് വെച്ച നന്നുവിൻ്റെ റേഞ്ച് ഞാനിനി പറഞ്ഞു തരണ്ടല്ലോ പ്രത്യേകം. എനിവേസ്, ഹെൽമെറ്റൊക്കെ വെച്ചാലും ഞാനൊരു കുരുത്തിക്കേടിന് യാതൊരു കുറവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എവിടേക്ക് വലിഞ്ഞു കയറാമോ അവിടെയൊക്കെ അവൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ക്യാൻ യു ഗൈസ് ഇമാജിൻ? ഈ സമയത്തൊക്കെ സത്യമായിട്ടും എൻ്റെ മൈൻഡ് വോയ്സ് എന്തായിരുന്നറിയോ? അയ്യോ ഞാനൊന്ന് വേഗം എണീറ്റ് നടന്നെങ്കിൽ, ഞാനൊന്ന് വേഗം ഓടിച്ചാടിയെങ്കിൽ, കഷ്ടപ്പെട്ട് കൊച്ചു മുട്ടിലെഴുന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് സങ്കടമായിരുന്നു അറിയാമോ? പക്ഷേ അവൾ നടക്കാൻ തുടങ്ങിയപ്പോഴോ, ഞാൻ നടക്കാൻ പഠിക്കുന്നതിന് മുന്നേ ഞങ്ങൾ അവൾക്ക് വേണ്ടി ലൈറ്റ് കത്തുന്ന ഷൂസും കീ കേൾക്കുന്ന ഷൂസും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേസ്, ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഇനിയാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. ലൈറ്റ് കത്തുന്ന ഷൂസൊക്കെ ഇട്ട് അവൾ പയ്യെ ഓരോരോ സ്റ്റെപ്സൊക്കെ വെച്ച് തുടങ്ങി. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ എന്തൊരു ക്യൂട്ടായിട്ടാണ് ഞാൻ നടക്കുന്നത്. പതുക്കെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടി വന്നു. നടത്തം പിന്നെ മൂൺ വാക്കായിട്ട് മാറി. ചില സമയത്ത് ഒരു ക്യൂട്ട് ഡോളിനെ പോലെ ആൾ നടന്നു വരും. അപ്പോഴൊന്നും സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ ലൈഫ് ലോങ് ഫുള്ള് അവളുടെ പുറകെ കിടന്ന് ഓടാൻ പോവുകയാണെന്ന്. ഇപ്പോൾ ഓടല്ലേ ഞെന്ന് പറയാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ, അല്ലെങ്കിൽ അവളുടെ പുറകെ ഓടാൻ. കണ്ണ് തെറ്റിയ സ്കൂൾ വിട്ട പോലെ ഒരൊറ്റ ഓട്ടമാണ്, പുറകെ നമ്മൾ ഓടണം. ഇനി ഇതൊക്കെ കാണുമ്പോൾ എന്താ എൻ്റെ ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഐ ഫീൽ ലൈക്ക് എ പ്രഷ്യസ് പീസ് ഓഫ് മൈ ഹാർട്ട് ഈസ് റോമിങ് അറൗണ്ട്. ഇവളെവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ.